സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള തിരുവചനങ്ങളിലാണല്ലോ നമ്മൾ ദാവീദിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം കൂടെയുള്ള വ്യക്തിയായിരുന്നു ദാവീദ്. ആ ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ ദൈവരാജ്യ അനുഭവമാണ് എന്ന് കഴിഞ്ഞ സെഷൻ നമ്മൾ കാണുകയുണ്ടായി. ഈ ഒരു സെഷൻ നമ്മൾ കാണുന്നത് ദൈവം കൂടെയുള്ള അവസ്ഥയിൽ ദാവീദ് ആരംഭിച്ചു. അത് കാരണവന്മാരുടെ, പൂർവികരുടെ, മാതാപിതാക്കളുടെ വലിയ നന്മ കൊണ്ടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കി. ബോവാസ്, റൂത്ത്, അങ്ങനെയുള്ള കാരണവന്മാർ കണ്ടല്ലോ. എന്നാൽ അങ്ങനെ കാരണവന്മാരിൽ നിന്ന് കിട്ടിയതായ ആ ഒരു നിറവിനെ ഒട്ടും ചോർത്തിക്കളയാതെ, അവഗണിച്ച് കളയാതെ, അതിനെ തീപ്പൊരി ഊതി കത്തിച്ച് ജ്വലിപ്പിച്ച് വലിയ ജ്വാലയാക്കി മാറ്റുന്നത് പോലെ, അല്ലെങ്കിൽ വളർത്തിയെടുത്ത ഒരു മുളയെ വലിയ ചെടിയോ വൃക്ഷമാക്കി പൂക്കളും ഫലങ്ങളുമായിട്ട് നിറയ്ക്കുന്നത് പോലെ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ചിട്ടയിലൂടെ, പ്രത്യേകിച്ച് നിരന്തര പ്രാർത്ഥനയിലൂടെ അതിനെ ഒരു ഫലപ്രാപ്തിക്ക് എത്തിക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. കിന്നര വായനയിൽ നിപുണനായ എന്നതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. പ്രാർത്ഥനയിൽ നിപുണനായ, അതും സ്തോത്രഗീതങ്ങൾ പാടിക്കൊണ്ട്, ദൈവത്തിന് സ്തുതി പാടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. അതാണ് ദാവീദിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. ദാവീദിൻ്റെ പ്രാർത്ഥനാ ഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ. നമുക്കറിയാം, ആ സങ്കീർത്തനങ്ങളാണ് ഈശോ നിരന്തരം ഉപയോഗിച്ചിരുന്നത്. യഹൂദരെ മുഴുവനും ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവരായ നമ്മളും നമ്മുടെ നിരവധിയായ പ്രാർത്ഥനാ ശുശ്രൂഷകളിലെല്ലാം ഈ കീർത്തനങ്ങൾ എന്തുമാത്രം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് അന്ന് അനുഭവിച്ചറിഞ്ഞതായ ആ ദൈവസ്തുതിപ്പിൻ്റെ ഒരു അഭിഷേകം നമ്മിലേക്ക് പോലും ഇന്ന് നിറഞ്ഞു വന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അവഗണിക്കരുത്. ഇവിടെ ദാവീദ് നമുക്ക് തരുന്നൊരു മാതൃക, ദൈവത്തിൽ നിന്ന് നമുക്ക് പൂർവികർ വഴി, കാരണവന്മാർ വഴി കിട്ടുന്നതായ നന്മകളെ നമ്മൾ ഇതുപോലെ ഊതിക്കതിച്ച് വളർത്തിയെടുക്കണം. അത് നിരന്തര പ്രാർത്ഥനയിലൂടെ, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയിലൂടെ വേണം. എന്തുമാത്രം നമ്മൾ സ്തുതിപ്പിന് വേണ്ടിയിട്ട് സമയം ശ്രദ്ധയും കൊടുക്കണം എന്ന് ദാവീദിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ആശ്ചര്യം തോന്നുന്ന രീതിയിലാണ് ദാവീദ് അതേപ്പറ്റി പറഞ്ഞു വെക്കുന്നത്. സങ്കീർത്തനങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ സങ്കീർത്തനങ്ങൾ മുഴുവനും സ്തുതിപ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കാൻ നമുക്കറിയാം. സങ്കീർത്തനങ്ങളുടെ മെയിൻ വിഷയം സ്തുതിപ്പ് തന്നെയാണ്. അവസാന സങ്കീർത്തനങ്ങളിലേക്ക് വരുമ്പോഴേക്കും ദാവീദ് സ്തുതിപ്പിൻ്റെ പ്രാധാന്യം പറഞ്ഞു വരുന്നിടത്ത് 149-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുകയാണ്, വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ, അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ. ഉറങ്ങാനും കിടക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ ജനം ആനന്ദം കൊണ്ട് പാടണം എന്നാണ്. ഉറങ്ങാനും കിടക്കുമ്പോൾ പോലും വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ, അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ, അവരുടെ കണ്ഠങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ. ദൈവത്തിൻ്റെ സ്തുതി നിരന്തരം ഉയരുന്ന അധരങ്ങളും കണ്ഠവുമായിട്ട് വേണം ദൈവജനം കട്ടിൽ പോലും രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് പോലും. അത് നമുക്ക് ചില പെട്ടെന്ന് തോന്നും, ഇത് അസാധ്യമായ കാര്യമല്ലേ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങണ്ടേ. പക്ഷെ നമുക്കറിയാം, ഏതൊരു കാര്യമാണോ നമ്മളുടെ പകൽ സമയ ചിന്തകളിൽ, വ്യാപാരങ്ങളിൽ നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നത്, അത് നമ്മൾ ഉറങ്ങാൻ കിടക്കും പോലും ആ ചിന്തകളിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ അലയടിച്ച് ഭാവനയിൽ ഇങ്ങനെ വിടർന്ന് നിറഞ്ഞ് ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ മാറി മാറി പോകുന്ന ഒരനുഭവം നമുക്കുണ്ട്. സ്വപ്നങ്ങൾ കാണുന്നതിനെക്കുറിച്ച് പറയുമ്പം, നമ്മൾ രാത്രിയിൽ കാണാറുള്ള സ്വപ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉറവിടം പകൽ സമയത്ത് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ് നമുക്കറിയാം. പകൽ സമയത്ത് ഉത്കണ്ഠകളും ആകുലതകളും വ്യഗ്രതകളും സങ്കടങ്ങളും പരാതികളുമായിട്ടാണ് നമ്മൾ ചിലവഴിച്ചിട്ട് കിടക്കാനായിട്ട് പോകുന്നതെങ്കിൽ, ആ രാത്രിയിൽ സ്വപ്നങ്ങളിൽ അങ്ങനെയുള്ള പീഡിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കൂടുതലുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. നല്ല സന്തോഷകരമായ കാര്യങ്ങൾ കണ്ടും കേട്ടും ചിന്തിച്ചും ഓർത്തും അതിൻ്റെ ആകാംക്ഷയിലുമാണ് കിടക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വപ്നങ്ങളും അങ്ങനെ തന്നെ ആയി തീരാറുണ്ട്. നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ പണ്ഡിതൻ്റെ വിജ്ഞാനം
വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള ഉപദേശ ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അവിടെ തിരക്ക് കൂടിക്കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരപകടം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത്, അത് തിരക്കിൻ്റെ ആധിക്യം മൂലം വരുന്ന ഒരു അപകടാവസ്ഥയായിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നതെങ്കിൽ പോലും തിരക്കോട് തിരക്ക് പിടിച്ച് തൻ്റെ ആലയിൽ പണിയെടുക്കുന്ന ഒരു ഇരുമ്പ് പണിക്കാരൻ ഇങ്ങനെ ഇരുമ്പ് ഉപകരണങ്ങൾ, ആയുധങ്ങൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തീയിൽ വെച്ച് അതിനെ ചൂട്ടുപഴുപ്പിക്കുന്നു, കൂടം കൊണ്ട് അടിച്ച് മെനുക്കുന്നു, അല്ലെങ്കിൽ രാഗി മൂർച്ച വരുത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് പണിതിട്ട് രാത്രി കിടക്കുമ്പോൾ, അവിടെ വചനം പറയുകയാണ്, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇങ്ങനെ കൂടമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ, ചെവിയിൽ പോലും ഈ കൂടമടിക്കുന്ന ശബ്ദമാണ്. അതുപോലെ അങ്ങ് ആയിപ്പോകുന്നു. കാരണം പകല് സമയം മുഴുവനും ഈ അടിക്കുന്നതിൻ്റെ സ്വരം കേട്ട് രാത്രിയിൽ ഉറക്കത്തിനിടയിലും അത് തന്നെ കേൾക്കുന്ന ഒരനുഭവം വരികയാണ്. അപ്പോൾ ഇത് അതിൻ്റെ നെഗറ്റീവ് വശമാണ് നമ്മൾ പറയുന്നത്. സാധാരണ അനുഭവത്തിൻ്റെ തലവും നമ്മൾ പറഞ്ഞ ആരംഭത്തിൽ എത്ര അധികമായിട്ട് രാത്രിയിൽ കിടക്കുമ്പോൾ പോലും ഉറങ്ങുമ്പോൾ പോലും ഇങ്ങനെ ദൈവസ്തുതി ഉയരുന്ന ഒരു അനുഭവം നമ്മുടെ ഉള്ളത്തിലുണ്ടാകണമെങ്കിൽ അതിൻ്റെ സൂചന എത്ര അധികമായിട്ട് പകൽ സമയത്ത് ആ ഒരു വ്യക്തി നിരന്തരം സ്തുതിക്കുന്ന വ്യക്തിയായിരിക്കും, നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും. ഇത് ദാവീദിൻ്റെ അനുഭവമാണ്. രാജാവാകുന്നതിന് മുമ്പ് ആട് മേയ്ക്കാനായിട്ട് ആടിനെ കൊണ്ട് മലഞ്ചെരുവിൽ അപ്പൻ പറഞ്ഞു വിട്ടു പോയിരിക്കുമ്പോൾ പാട്ടുകാരനാണ്, കിന്നരമുണ്ട്, അതും വെച്ച് ആട് തീറ്റ നിന്നിരിക്കുമ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ, തണലിൽ, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ പാറപ്പുറത്തിരുന്ന് ഇങ്ങനെ കിന്നരം വായിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ആട്ടുംപറ്റങ്ങളും ഇടയ്ക്ക് വന്നിരുന്ന പാട്ട് കേട്ട് തലയാട്ടി ദൈവാനുഭവത്തിൻ്റെ ഒരു നിറഞ്ഞ സ്വർഗീയ അവസ്ഥയിലാണ് ദാവീദിൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. അത് കഴിഞ്ഞ് വന്ന് പണിയെല്ലാം തീർന്ന് അദ്ദേഹം കിടന്ന് ഉറങ്ങുമ്പോഴോ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ കീർത്തനങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അതാണ് അദ്ദേഹം ഈ സങ്കീർത്തനങ്ങളിൽ നിരവധിയായ അവസരങ്ങളിൽ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു വന്നൊരു അവസാനം പറയുമ്പം തെളിച്ചു പറയുകയാണ്, വിശ്വസ്ത ജനം ഉറങ്ങാനും കിടക്കുമ്പോഴും ദൈവസ്തുതി അവരുടെ അധരങ്ങളിൽ കണ്ടം നിറഞ്ഞ് ഉയരുന്ന അനുഭവം വേണം. ഇത് നമ്മളൊന്ന് മനസ്സിൽ കുറിച്ച് വെക്കണം. കേൾക്കുമ്പോൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ്, അസംഭാവ്യമാണ്, സാധാരണക്കാരൻ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെ തോന്നിയേക്കാം. എങ്കിൽ പോലും നമുക്ക് അസാധ്യമായ ഒരു കാര്യവും ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിലൂടെ പഠിപ്പിച്ചിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ സഭയ്ക്ക് എഴുതുമ്പോഴും എഫേസോസിലെ സഭയ്ക്ക് എഴുതുമ്പോഴും ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, എല്ലാ നേരവും ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. എഫേസോസ് ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിന് 20-ാമത്തെ തിരുവചനം, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി. നമ്മളുടെ കുർബാനക്രമങ്ങളിലെല്ലാം ഈ ഒരു കാര്യം വിശുദ്ധ പിതാക്കന്മാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുർബാനക്രമങ്ങൾ രചിച്ചപ്പോൾ ഉൾച്ചേർത്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. എല്ലാ നേരവും അങ്ങേയ്ക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. സിറോ മലബാർ കുർബാനയിൽ ഉത്ഥാനഗീതം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിൽ, ത്രൈശുദ്ധ കീർത്തനത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിലൊക്കെ കാണാം. അവസാന ആശീർവാദത്തിന് മുമ്പുള്ള സമാപന പ്രാർത്ഥനകളിലും ഈ ആശയം തന്നെ വരുന്ന കാണാം. ലത്തീൻ ക്രമത്തിലും നമുക്ക് ഇതന്നെ കാണാൻ സാധിക്കും. ഇറ്റ് ഈസ് truly our salvation. It is truly our duty and our salvation, always and everywhere, to give you thanks, Almighty God. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലായിടത്തും അങ്ങേക്ക് സ്തുതി അർപ്പിക്കുക ഞങ്ങൾക്ക് രക്ഷയും ഞങ്ങൾക്ക് സൗഭാഗ്യവുമാണ് എന്ന് എടുത്തു പറയുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഒറ്റപ്പെട്ട എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില പ്രത്യേക വിശുദ്ധർക്ക് മാത്രമുള്ള ഒരു അനുഭവമല്ല. നമ്മളെല്ലാവരും എത്തിപ്പിടിച്ച് സ്വന്തമാക്കിയിരിക്കേണ്ട അനുഭവമാണ്. ഈ അനുഭവത്തിൽ ദാവീദ് ഓടിയിരുന്നത്, ഇതൊന്നാമത്തെ കാര്യം. നമ്മുടെ ദാവീദിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ ദൈവരാജ്യ അഭിഷേകത്തിൻ്റെ സൂചന ശ്രദ്ധിക്കണം.
മറ്റൊന്ന്, ഇങ്ങനെയുള്ള ഒരു സ്തുതിപ്പ് വെറുതെ ഒരു പ്രാർത്ഥനാ രീതിയായിട്ട് മാത്രമല്ല ദാവീദ് അവതരിപ്പിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ 149 നമ്മൾ പറഞ്ഞല്ലോ. 149 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് വിശ്വസ്ത ജനം ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് പാടട്ടെ. അതിന് ബാക്കി നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യം ഒരു പോരാട്ടത്തിൻ്റെതാണ്. എന്താണ് പോരാട്ടത്തിൻ്റെ? അവർ ഇരുവായ് തലയുള്ള വാൾ കൈകളിൽ ഏന്തട്ടെ. 149 സങ്കീർത്തനം. നമുക്ക് ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ എത്തുന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. കണ്ടു വരച്ചു പോകുന്നത് നമ്മുടെ വചനത്തിൽ വേരൂന്നി വളരുന്ന അനുഭവമാണല്ലോ. ഓർമ്മിക്കുക, ഇരുവായ് തലയുള്ള വാൾ കൈകളിൽ ഏന്തട്ടെ. വിശ്വസ്ത ജനം ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തിനാണ് ഇരുവായ് തലയുള്ള വാള് പിടിച്ചുകൊണ്ട് കിടക്കുന്നത്? നമുക്ക് പെട്ടെന്നൊരു വിരോധാഭാസം തോന്നുന്നില്ലേ? വാളും പിടിച്ചാരെങ്കിലും ഉറങ്ങാൻ കിടക്കുമോ? തിരികെ മറിയുകയും ചെയ്യുമ്പം മേത്ത് കൊണ്ട് മുറിയല്ലേ. അപ്പോൾ ഇത് വെറും ഒരു വാളല്ല, എന്തോ ഒരു ആയുധം, ആത്മീയമായ മേഖലയാണ്. എന്താണത്? രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും. അടുത്ത വാക്യം അതാണ്, 7-ാം വാക്യം. രാജ്യങ്ങളോട് പ്രതികാരം. ഏത് രാജ്യം? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളാണ്. ദൈവരാജ്യം ഒന്നേ ഉള്ളൂ. നരകരാജ്യത്തിൽ ഒരുപാട് ദൂതന്മാരുടെ രാജ്യങ്ങളുടെ ഒരു മേഖല. പിശാചുക്കൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരുമിച്ചല്ല, അവർ ഐക്യത്തിലല്ല. അവർ ബാഹ്യമായിട്ട് അല്ലെങ്കിൽ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഒരുമിച്ച് നിന്നിട്ട് പൊരുതുന്നു സാത്താൻ്റെ കീഴിൽ. പക്ഷെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലല്ല പിശാചുക്കൾ പൊരുതുന്നത്. മറിച്ച് ഭീഷണിക്ക് കീഴ്പ്പെട്ട് നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് കീഴിലുള്ള പിശാചുക്കൾ മുകളിലുള്ളതിന് വഴങ്ങി നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. അവിടെ രാജ്യങ്ങളോടെന്ന് പറയുമ്പോൾ ഒന്ന് പിശാചിൻ്റെ രാജ്യം, രണ്ടാമത് പിശാചുക്കളുടെ കീഴിൽ ഇങ്ങനെയുള്ള ഭിന്നിപ്പിൻ്റെ വലിയ അന്തരീക്ഷമുള്ളത് കൊണ്ട് ആ രാജ്യങ്ങളുടെ ഒരു കൂട്ടത്തിൻ്റെ ഒരു അവസ്ഥ, ചെതറിക്കിടക്കുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ. അതിന് താഴേക്ക് വരുമ്പോൾ പിശാചിനോട് ചേർന്ന് ദൈവരാജ്യത്തിനെതിരെ പൊരുന്നതായ അനേക രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളും ഈ ഭൂമിയിലുമുണ്ട്. ഇതെല്ലാം ആയിക്കോട്ടെ. അപ്പോൾ എല്ലാം കൂടെ ഉൾച്ചേർത്തവനാണ് ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്. പരിശുദ്ധാത്മാവ് സങ്കീർത്തകൻ വഴി പറയുകയാണ്, രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാൻ, ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ. ശിക്ഷ വേണ്ട ജനതകൾ ഏതാണ്? ദൈവത്തോട് മറുതലിക്കുന്ന ജനതകളാണ്. അപ്പം ഇവിടെ ഒരു പോരാട്ടമാണിത്. തുടർന്ന് വീണ്ടും പറയാണ്, അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകൾ കൊണ്ടും ബന്ധിക്കട്ടെ. ചങ്ങല കൊണ്ട് ഇരുമ്പ് വിലങ്ങുകൾ കൊണ്ട് ബന്ധിക്കട്ടെ. എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവിടെ മേൽ നടത്തട്ടെ. അവിടുത്തെ വിശ്വസ്തർക്ക് ഇത് മഹത്വമാണ്, കർത്താവിനെ സ്തുതിക്കുവിൻ. എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവിടെ മേൽ നടത്തട്ടെ. എന്താണ് ആ വിധി? നമ്മൾ എഴുതപ്പെട്ടിരിക്കുന്ന വിധിയുടെ പൂർണ്ണത കാണുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിലാണ്. അവസാന നാളുകളിൽ സാത്താനെയും അവൻ്റെ എല്ലാ ദൂതന്മാരെയും അവൻ്റെ കൂടെ പോയ രാജ്യങ്ങളെയും, ബാബിലോൺ രാജാവ് രാജ്ഞി ഉൾപ്പെടെയുള്ള എണ്ണി പറയുന്നുണ്ട്, രാജ്യങ്ങളെ ജനതകളെ മുഴുവനും നിത്യകാലത്തേക്ക് ഗന്ധക അഗ്നിതടാകത്തിലേക്ക് എറിയുന്നു. അതാ എഴുതപ്പെട്ടിരിക്കുന്ന വിധി അവിടെ മേൽ നടപ്പിലാക്കാൻ. ഈ ഒരു പ്രക്രിയ നടപ്പിലാക്കാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ശക്തമായ ഉപകരണമായിട്ട് മാറേണ്ടത് ഈ വിശ്വസ്ത ജനമാണ്. ഏത് വിശ്വസ്ത ജനം? ദൈവരാജ്യ അനുഭവത്തിലേക്ക് വന്നിട്ട് ദാവീദിനെ പോലെ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിന് ആഴപ്പെട്ട് അടിയുറച്ച് നിന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും പൊരുതുന്ന ദൈവജനം, ദൈവത്തിൻ്റെ ആത്മീയ പോരാട്ടക്കാരൻ. ഉറങ്ങാൻ കിടക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും മത്തായി 13-ാമത്തെ അധ്യായത്തിൽ കള്ളകളുടെ ഉപയോഗിക്ക് നമ്മുടെ ചിന്ത പരിശുദ്ധന്മാർ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, ഈശോ പറയുകയാണല്ലോ, നല്ല കൃഷിക്കാരൻ നല്ല ഗോതമ്പ് വിതച്ചു, കൃഷിക്കാരൻ തൻ്റെ വയലിൽ. പക്ഷേ ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് പോയി. ശത്രു വന്ന് കള വിതച്ചു. ഉറക്കമായപ്പോൾ ആളുകൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ പോയപ്പം സത്തയില്ലാതെ പോയി, നോട്ടമില്ലാതെ പോയി ആളുകൾക്ക് കൃഷിയിടത്തിൻ്റെ മേൽ. അപ്പോഴാണ് ശത്രു പിശാച് വന്ന് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഇടം അവർ കിട്ടാതിരിക്കാൻ വേണ്ടി ഇരുവായ് തലയുള്ള വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം രാത്രിയിൽ പോലും ദൈവത്തിൻ്റെ വിശ്വസ്ത ജനം ആയിരിക്കാൻ. രാത്രിയിൽ ഇങ്ങനെ ഇരുവായ് തലയുള്ള വാള് പിടിച്ചുകൊണ്ട് കിടക്കാന്ന് പറയുന്നത് മൂർച്ചയുള്ള ഇരുമ്പ് ആയുധമല്ല, മറിച്ച് നമ്മൾ കണ്ടു അത് ആത്മീയ ആയുധം, സ്തുതിപ്പിൻ്റെ ആയുധമാണ്. രാത്രിയിൽ അങ്ങനെ സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉറങ്ങാതെ ഇരുന്ന് വാ തുറന്ന് ഇവിടെ സ്തുതിക്കുന്ന അനുഭവമല്ല, മറിച്ച്
പകൽ സമയം മുഴുവനും ഏത് കാര്യങ്ങൾ വ്യാപരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിരന്തരം ദൈവസ്തുതിക്കുന്ന ശീലം വളർത്തിയെടുത്തു. അങ്ങനെ പകൽ സമയം ചെലവഴിച്ചു. അതുകൊണ്ട് കിട്ടുന്ന അനുഭവം രാത്രിയിലും. ഇനി ഇവിടെ പറഞ്ഞല്ലോ, ഈ ശത്രുക്കളെ രാജ്യങ്ങളുടെ പ്രതികാരം ചെയ്യാനും രാജാക്കന്മാർ ചങ്ങലയോട് ബന്ധിക്കാനും വേണ്ടിയിട്ടാണ്. ഇതേ ആശയം തന്നെ ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങളുടെ ആദ്യ ഭാഗത്ത് പങ്കുവെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 8-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ തിരുവചനത്തിൽ, സങ്കീർത്തനം 8 2-ാം തിരുവചനത്തിൽ വായിക്കുകയാണ്. സ്തുതിപ്പിനെ കുറിച്ച് പറയുമ്പോഴാണ്, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഈ ഒരു വചനം നമ്മളിവിടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് തെളിഞ്ഞു വരുന്ന ഒരു പുതിയ നിയമ രംഗമുണ്ട്. അത് മത്തായി 21:12 മുതൽ തിരുവചനങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് ഈശോ ഓസ്ലേം പ്രവേശനം, ജെറുസലേമിലേക്ക് ആഘോഷപൂർണ്ണമായി ഓശാന വിളികളും മധ്യേ പ്രവേശിക്കുന്നു. ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു, ദേവാലയം ശുദ്ധീകരിക്കുന്നു, ദേവാലയത്തിൽ വരെ ശാന്തതയുണ്ടാകുന്നു. അപ്പോഴിങ്ങനെ ബാലകരും സൗഖ്യം കിട്ടിയവരും ഒക്കെ വന്ന് ഓശാന പാടി സ്തുതിക്കുമ്പോൾ പുരോഹിത പ്രമുഖരെ മറ്റും വന്നിട്ട് ഈശോയെ വഴക്ക് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന രംഗം നമുക്കറിയാം. ഇവരെ എന്താ വിളിച്ച് പറയുന്നത്, നീ കേൾക്കുന്നില്ലേ? ഇവിടെ മിണ്ടാതിരിക്കാൻ പറ. ഇപ്പം കേൾക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് ഈശോ ഉത്തരം പറയുന്നത്. മിണ്ടാതിരിക്കാൻ പറയുക എന്നുള്ളത് ഈശോ പറയുന്നില്ല. അത് ഈശോ ഉത്തരവില്ല. മിണ്ടാതിരിക്കാൻ പറയാൻ ഈശോ ഉദ്ദേശിക്കുന്നില്ലാത്തതിൻ്റെ കാരണം ഈശോ പറയാണ്, കേൾക്കുന്നില്ലേ? ഈശോ പറയണം, കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഈശോ ഒത്തിരിക്കുന്നത് ഈ സങ്കീർത്തനം 8-ന്റെ 2-ാം തിരുവചനമാണ്. അവിടെ ഈശോ പറയുന്നത്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അവിടെ ഈശോ പറയുന്നത് സ്തുതി ഒരുക്കിയെന്നാണ്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ അധരങ്ങളിൽ സ്തുതി ഒരുക്കി. പക്ഷെ നമ്മൾ BBC ബൈബിളിൽ ഈ ഒരു വചനമെടുത്ത് വായിക്കുമ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. ഇവിടെ ഒരു അടിക്കുറിപ്പ് BBC ബൈബിളിൻ്റെ വിവർത്തകർ കൊടുത്തിട്ടുണ്ട്. അടിയിൽ കോട്ട കെട്ടി സ്തുതി സജ്ജമാക്കിയെന്ന് ഗ്രീക്ക് മൂലം. അപ്പോൾ കോട്ട കെട്ടുക എന്ന് പറയുന്നത് സ്തുതി സജ്ജമാക്കുന്നതിന് തുല്യമാണ്. സ്തുതി സജ്ജമാക്കുന്നത് കോട്ട കെട്ടുന്നതിന് തുല്യമാണ്. ആർക്കെതിരെയാണ് ഈ കോട്ട കെട്ടുന്നത്? അല്ലെ, സ്തുതി സജ്ജമാക്കുക വഴിയായിട്ട് ആർക്കെതിരെയാണ് ഒരു കോട്ട കെട്ടുന്ന അനുഭവം വരുന്നത്? അത് ഈ 8-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം കൃത്യമായിട്ട് പറഞ്ഞ് ആരംഭിക്കുന്നതാണല്ലോ. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ. ശത്രു ആരാണ് നമുക്കറിയാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ശത്രുവെന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് സാത്താനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് സുരക്ഷിതമാണ്. ആദ്യത്തെ പാപം കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് ആദത്തോട് ഹവ്വയോട് സംസാരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സർപ്പത്തെ നോക്കിയിട്ട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിൽ ശത്രുത ഉളവാക്കും. അതുവഴിയായിട്ട് ദൈവം പ്രഖ്യാപിക്കുകയാണ്, സാത്താനാണ് സ്ത്രീയുടെ മക്കളായ മനുഷ്യവർഗം മുഴുവൻ്റെ ശത്രു. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കേരളക്കരയിൽ കുരിശ് വരയ്ക്കുമ്പോഴൊക്കെ, പ്രാർത്ഥന ആരംഭിക്കുമ്പോഴൊക്കെ ആഘോഷമായിട്ടൊരു ഡെലിവറൻസ് പ്രാർത്ഥന, ഒരു സംരക്ഷണ പ്രാർത്ഥന എടുക്കുന്നത് നമുക്കറിയാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. ശത്രുക്കളിൽ നിന്നും എന്ന് പറയുന്നത് ശത്രുവായ സാത്താൻ, അവൻ്റെ കൂടെ ദൂതഗണങ്ങൾ. അല്ലാതെ നമുക്ക് ശത്രുത കാണിച്ചുകൊണ്ട് പെരുമാറുന്ന ചില കുടുംബാംഗങ്ങളുണ്ടായിരിക്കാം, ചേലക്കാരുണ്ടായിരിക്കാം, മറ്റു സഹപ്രവർത്തകരുണ്ടായിരിക്കാം. അവരാരും നമുക്ക് യഥാർത്ഥത്തിൽ ശത്രുവല്ല. ശത്രുതയിലാണ് ഇപ്പോൾ അവർ. ശത്രുത എന്ന് പറയുന്നത് പൈശാചികതയാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ശത്രുതയുടെ ആത്മാവല്ല, കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ അരൂപിയാണ്. ഇപ്പം ശത്രുവായ സാത്താൻ്റെ അരൂപി ഇപ്പം കയറി കിടക്കുന്നത് കൊണ്ടാണ് ഒരു വ്യക്തിയെപ്പറ്റി നമ്മൾ ശത്രു എന്ന രീതിയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ നിരീക്ഷിക്കാനായിട്ടുള്ള പരാമർശിക്കാനായിട്ട് വരുന്നത്രേ ഉള്ളൂ. വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് സകല മനുഷ്യ വ്യക്തികളും നമുക്ക് സഹോദരന്മാരാണ്. അപ്പം ശത്രുക്കളെ, അതാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സങ്കീർത്തനം 8:2, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ. രക്തദാഹികൾ, രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നത് ആരാ? രക്തം ചൊരിയാൻ വരുന്നത് കൊലപാതകിയാണ്, കൊല്ലുന്നവരാണ്, രക്തം ചൊരിയാൻ നോക്കുന്നവൻ. സാത്താനെക്കുറിച്ച് ഈശോ പരാമർശിക്കുന്നിടത്ത് ആവർത്തിച്ചുപയോഗിക്കുന്ന ഒരു പദമാണ് അവൻ കൊലപാതകയാണ്. നമുക്കറിയാം
യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ അവൻ ആദ്യം മുതൽ കൊലപാതകിയാണ്, പിശാചിനെ കുറിച്ച് പറയുകയാണ്. 10-ാമത്തെ അധ്യായത്തിലും കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും ചതറിക്കാനുമാണ്. ഈ കള്ളൻ പിശാചാണ് നമുക്കറിയാം. അപ്പം ശത്രുക്കളെയും രക്തദാഹികളെ നിശബ്ദരാക്കാൻ എന്ന് സങ്കീർത്തനം 8 നമ്മൾ വായിക്കുന്നിടത്തും രാജാക്കന്മാരെ ഇരുമ്പ് ബലം കൊണ്ട് ബന്ധിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവായ് തലയുടെ വാള് കയ്യിൽ ഏന്തിക്കൊണ്ട് വേണം ഉറങ്ങാനും കിടക്കാനും പോലും വിശ്വസ്തജനം എന്ന് സങ്കീർത്തനം 149 ദാവീദ് പറയുന്നിടത്തും എല്ലാം നമ്മൾ കാണുന്ന സ്തുതിപ്പ് വഴി എന്തുമാത്രം നമുക്ക് ദൈവശക്തി നമ്മിലേക്ക് നിറച്ചിട്ട് തിന്മയുടെ ശക്തികളെ സാന്നിധ്യങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ സെഷനിൽ കണ്ടത് ദാവീദ് എന്ന വ്യക്തി അന്നത്തെ രാജാവായ സാവൂളിൽ കയറിയ ദുരാത്മാവിനെ ഇറക്കി വിടുന്നതിന് ബഹിഷ്കരിക്കുന്നതിന് വിജയിച്ചു. അത് കിന്നരം വായിച്ചുകൊണ്ടാണ്, സ്തുതിച്ചുകൊണ്ടാണ്. അതിൻ്റെ പിന്നെ ദാവീദ് അനുഭവിച്ചിരുന്നതായ ആത്മീയ രഹസ്യം നമ്മൾ നിരീക്ഷിക്കുകയായിരുന്നു. ഈ ആത്മീയ രഹസ്യം നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.